കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യൻ പെന്തക്കോസ്ത് സഭ അതായത് IPC കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന് ഒരു വിശ്വാസിയുടെ തുറന്ന കത്ത് കാണാനിടയായി. അത് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. IPCയുടെ അംഗീകൃത ഭരണഘടന അനുസരിച്ചും ജനാധിപത്യ സംവിധാനത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ഭരണസമിതിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആണത്തവും മര്യാദയും ഉള്ളവരാണെങ്കിൽ മറുപടി പറയണമെന്ന തലക്കെട്ടോടെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് IPCയുടെ ഏത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോഴും ആ ഭരണഘടനയാണ് നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിവുണ്ടോ? നിലവിലുള്ള ഭരണഘടന പ്രകാരം അംഗത്വ ഫീസ് എത്രയാണ്? 2022 തട്ടിക്കൂട്ടി സർക്കാർ അംഗീകാരം ലഭിച്ചിട്ടില്ലാത്ത ഭരണഘടനയുടെ പേര് പറഞ്ഞ് അംഗത്വ ഫീസ് 50 രൂപ വീതം നിങ്ങൾ പിരിച്ചെടുക്കുന്നുണ്ടോ? ഇത് നിയമവിരുദ്ധവും ഗുരുതരമായ തട്ടിപ്പുമാണെന്ന് നിങ്ങൾക്ക് അറിവുണ്ടോ? IPC അംഗത്വ ഫീസ് 50 രൂപയാണെന്ന് സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും തെളിവ് നിങ്ങളുടെ പക്കലുണ്ടോ? 50 രൂപ അംഗത്വ ഫീസ് നൽകാത്ത സഭകളിലെ ശുശ്രൂഷകർക്ക് സ്ഥലം മാറ്റം ഇല്ലെന്ന് നിങ്ങൾ ഉത്തരവിറക്കിയിട്ടുണ്ടോ? 2022 സർക്കാർ അംഗീകരിക്കാത്ത ഭരണഘടനയിൽ പാസ്റ്റർമാരുടെ സ്ഥലമാറ്റം 4 വർഷമാണ്. ആയതിനാൽ ഒരു സഭയിൽ 4 വർഷം പൂർത്തിയാക്കാത്ത പാസ്റ്റർമാരുടെ സ്ഥലമാറ്റം റദ്ദു ചെയ്യുമോ? IPC കേരള സ്റ്റേറ്റ് IPC ജനറലിന്റെ ഭാഗമാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുമ്പനാട് ഹൈബ്രോൻപുരത്ത് കമ്മിറ്റി കൂടാൻ കഴിയാതിരിക്കുന്നത്? ഇപ്പോഴും സ്റ്റേറ്റ് കൗൺസിൽ കൂടുന്നത് വള്ളത്തിലോ ഹോട്ടലിലോ വെച്ച് തന്നെയല്ലേ? IPCയുടെ സ്വത്തായ ഹെബ്രോൻപുരത്ത് സ്റ്റേറ്റ് കൗൺസിൽ കൂടുവാൻ അനുവാദമില്ലാത്ത ജനറലിന്റെ വെറും ബാലാട്ടുകളായ നിങ്ങൾ ഒരു ദുരന്തമായി മാറാതെ കേരളത്തിലെ IPC വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് ആട്ടും തുപ്പും അനുഭവിച്ച് നാണക്കേടുണ്ടാക്കാതെ ഈ ഭരണസമിതി സ്വയം പിരിഞ്ഞു പോകുവാൻ ഉടൻ തീരുമാനിക്കുമോ? അല്ലെങ്കിലും നിങ്ങളെ അവർ പിരിച്ചുവിടും, ഉറപ്പാണ്. IPC കേരള സ്റ്റേറ്റിലെ ആത്മാഭിമാനമുള്ള ഓരോ വിശ്വാസിയും ഈ ചോദ്യങ്ങൾക്ക് ഇവരോട് ചോദിച്ച് മറുപടി പറയിക്കുക എന്നാണ് വിശ്വാസിയായ മാത്യു സാം കൊട്ടാരക്കര ആവശ്യപ്പെടുന്നത്. IPC എന്ന പെന്തക്കോസ്ത് സഭയിലെ ഒരു തിരുത്തൽവാദിയാണ് മാത്യു സാം. ഇദ്ദേഹം സഭയിൽ നടക്കുന്ന പല കൊള്ളരുതായ്മകളും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം വിശ്വാസികൾ അംഗീകരിച്ചിട്ടുമുണ്ട്. IPC ആദ്യകാല പെന്തക്കോസ്ത് സഭകളിൽ ഒന്നാണ്. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ ആഡംബര വാഹന സൗകര്യങ്ങളോ ഭക്ഷണമോ ഒന്നും ഇല്ലാതിരുന്ന കാലങ്ങളിൽ ഉണ്ണാതെയും മുണ്ട് മുറുക്കി കൊടുത്തും ഗ്രാമങ്ങൾ തോറും കയറി ഇറങ്ങി നടന്ന് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പൂർവികരുണ്ടാക്കിയ സഭയാണെന്ന് ചിലർ അധികാര സ്ഥാനങ്ങളിൽ കയറിയിരുന്ന് സഭയെ നശിപ്പിക്കുന്നത്. ഈ സഭ ദൈവത്തിന്റെ സഭയാണ്. ഇതിൽ തൊട്ടുകളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് ഓർക്കണം. ആരൊക്കെ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും സഭ നശിക്കില്ല. സഭയിൽ ഒരു തിരുത്തൽ ശക്തിയാകാൻ ഇന്നൊരു മാത്യു സാമെങ്കിൽ നാളെ 100 മാത്യു സാൻമാർ ഉയർന്നു വരും. ഒരു സംശയവും വേണ്ട. ജെറുസലേം ദേവാലയത്തിൽ യേശുക്രിസ്തു ചാട്ടവാറെടുത്തുവെങ്കിൽ IPC അധികം താമസിക്കാതെ കർത്താവ് ചാട്ടവാറെടുക്കും.